ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപനാണ്. വെൽക്കം മാം. താങ്ക് യു. മാമിനെ കൺസൾട്ട് ചെയ്തതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ആദ്യ വർഷങ്ങളിലൊക്കെ ഒരു കപ്പിള് വരെ ഉണ്ടായി. ആദ്യം രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഹസ്ബൻഡ് പറയുന്നു ഈ വൈഫിന് സ്വന്തം ബ്രദറായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. വൈഫും സമ്മതിക്കുന്നു ഞാനങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഫോറൻസിക്, പോലീസ്, ഈ ക്രൈം ഒക്കെ അന്വേഷിക്കുന്നവര്, അപ്പം ഇവർ ഇതുപോലുള്ള കേസസുകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മാമിനെ സമീപിക്കാറുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ വരാറുണ്ട്. പോലീസ് അല്ലെങ്കിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ, മാധ്യമ പ്രവർത്തകർ, ഇവർ സ്ഥിരമായിട്ടും ഇങ്ങനെ മാനസിക പ്രശ്നത്തിന് ഒരു പ്രായമുണ്ടോ? അതോ എത്ര വയസ്സ് മുതലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിയാൻ തുടങ്ങുന്നത്? ചെറുപ്പം തൊട്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ADHD, ഓട്ടിസം അല്ലെങ്കിൽ IQ പ്രശ്നങ്ങൾ. 18 വയസ്സ് ഒരു ഏർലി അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോഴാണ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് മെയിനായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ അത് പ്രായമായവരിൽ മാത്രം. ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഒരു ഡിവോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് കൊണ്ട് പരസ്പരം അവർക്ക് അവെയർ ആവാൻ പറ്റും. വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപനാണ്. വെൽക്കം മാം. താങ്ക് യു. മാം, ഈ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന കുറച്ച് ചൈൽഡ്ഹുഡ് ട്രോമകളുണ്ട് എന്ന് പറയുമ്പം ഈ വീട്ടുകാർ തല്ലുന്നത്, ഇല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നിന്ന് വഴക്കിടുന്നത്, അവരുടെ വേർപിരിയൽ, ഡിവോഴ്സുകള്, ഇതെല്ലാം ആ സമയത്ത് മാതാപിതാക്കൾ വിചാരിക്കും അവൻ ചെറുപ്പമല്ലേ, അവൻ അത്രയും ചിന്തിക്കാനുള്ള ഇത് ഉണ്ടാവില്ല, വലുതാകുമ്പോൾ മാറും എന്നുള്ളത്. സത്യത്തിൽ ഇത് വലുതാകുമ്പോൾ ഒരു നല്ലൊരു ട്രോമയായിട്ട് ആ കുട്ടിയിൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നമ്മളെല്ലാവരും വിചാരിക്കും ചൈൽഡ്ഹുഡിൽ നടക്കുന്നത് അത് അന്നല്ലേ, ഇന്ന് എന്ത് ഓർക്കാനാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ ഒരു വ്യക്തി എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അവൻ്റെ വികാരങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ റിലേഷൻഷിപ്സിനെ, അവൻ്റെ ലൈഫ് ഡിസിഷൻസിനെ, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ പേരൻസ് തമ്മിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫൈറ്റ് ഇത് വിറ്റ്നസ് ചെയ്യുന്ന ഒരു കുട്ടി, ഒരു ഇഷ്ടപ്പെടുന്ന ഒരാൾ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതുപോലെ ഒരു പേരൻ്റൽ സെപ്പറേഷൻ അനുഭവപ്പെടുന്ന ഒരു കുട്ടി, ഇമോഷണൽ, ഫിസിക്കൽ, സെക്ഷൽ അബ്യൂസ് അനുഭവപ്പെടുന്ന കുട്ടി. അപ്പം ഇതെല്ലാം പലതരത്തിലുള്ള ട്രോമകളാണ്. ഇവരെല്ലാം അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോഴത്തേനും അവർക്ക് ഉണ്ടാകുന്ന ചില സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ട്രസ്റ്റിങ് അതേഴ്സ്, മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ടൊരു അബാൻഡൻമെൻറ്റ് ഫിയർ അനുഭവപ്പെടുക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവുക, അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പീപ്പിൾ പ്ലീസറായിട്ട് മാറുക, അതുപോലെ ഹൈപ്പർ വിജിലൻസ്, അതായത് എപ്പോഴും ഒരു അപകടം നടക്കും എന്ന് മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതി. അപ്പം അങ്ങനെ ഒരുപാട്, പിന്നെ ക്ലിനിക്കലി ആൻസൈറ്റി, ഡിപ്രഷൻ, OCD മുതലായ അങ്ങനെ ക്ലിനിക്കൽ സിംറ്റംസ് ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് കാരണങ്ങളിലേക്ക് ഇത് അഡൽട്ട്ഹുഡിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ഇന്ന് മിക്ക ഡോക്ടേഴ്സ് ചെറിയ കുട്ടികൾക്ക് കാണിക്കുന്ന ഒന്നാണ് ഈ വിർച്വൽ ഓട്ടിസം. ജന്മന ഒരു കുഴപ്പവും ഇല്ല, എന്നാൽ വളർന്നു വരുമ്പോഴാണ് ഈ ഒരു അസുഖം കുട്ടികൾക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളിൽ ഇത് കൂടുതൽ കാണാൻ സാധ്യത? വിർച്വൽ ഓട്ടിസം എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ഡയഗ്നോസ്റ്റിക് ടേം അല്ല. പക്ഷേ ഒരു 2 to 5 ഇയേഴ്സിനുള്ളിൽ അമിതമായിട്ടും സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഓട്ടിസം പോലെയുള്ള സിംറ്റംസ് കാണാൻ സാധ്യതയുണ്ട്. അതിനാണ് വിർച്വൽ ഓട്ടിസം എന്ന് നമ്മളിന്ന് കേട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് സ്വാഭാവികമായിട്ടും സ്പീച്ച് തെറപ്പി, അതുപോലെ ഫോൺ ഉപയോഗം കുറച്ചും പേരൻസ് കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഏർലി ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഒരുപാട് ഡിവോഴ്സുകൾ കൂടി വരുന്ന ഒരു കാലമാണ്. സത്യത്തിൽ ഇനി ഫ്യൂച്ചറിലേക്കുള്ളത് നോക്കുമ്പോൾ ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് അത്യാവശ്യമാണോ? തീർച്ചയായിട്ടും. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 വ്യക്തികളാണ്, 2 സിസ്റ്റത്തിൽ നിന്ന് വരുന്ന, 2 ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന
2 വ്യക്തികളാണ്. അപ്പം തീർച്ചയായിട്ടും അവർ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എങ്ങനെ ജീവിക്കണം എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പലരും പേരൻസിൻ്റെ പ്രഷറിലെല്ലാം വന്ന് കല്യാണം കഴിക്കുന്നവരായിട്ടും ഉണ്ട്. അപ്പം ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തികൾ എത്രത്തോളം കോമ്പാറ്റബിൾ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും, ഇനി ലൈഫിൽ വരുന്ന പല ചലഞ്ചസ് ഉണ്ടായിരിക്കും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോൺഫ്ലിക്ട്സ് വരുമ്പം എങ്ങനെ അതിനെ റിസോൾവ് ചെയ്യണം, അതുപോലെ രണ്ടുപേരുടെയും ഇമോഷണൽ നീഡ്സ് അറിഞ്ഞ് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം ആ ഒരു റിലേഷൻഷിപ്പ്. ഇതെല്ലാം നമ്മൾ പ്രീമറൈറ്റൽ തെറപ്പി നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല സെക്ഷുവലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു അവയർനെസ് കുറവ് നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ അതൊന്നും ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നില്ല നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അപ്പം ഇതൊന്നും അറിയാതെയാണ് പലരും ഒരു മാരീഡ് ലൈഫിലേക്ക് പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അവയർനെസ് ഉണ്ടാക്കുകയും പരസ്പരം പങ്കാളികളെ മനസ്സിലാക്കാനും പ്രീമറൈറ്റൽ കൗൺസിലിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം ഒരു ഡിവോഴ്സ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഇപ്പം ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് കൊണ്ട് പരസ്പരം അവർക്ക് അവെയർ ആവാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം ഒരു വ്യക്തി മാത്രം എഫേർട്സ് എടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അബ്യൂസീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണിത്, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് മ്യൂച്വലി തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഫ്യൂച്ചർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് ആ ഒരു വ്യക്തിക്ക് വേണ്ടതാണ്, ഒരു ഹെൽത്തി ഡിസിഷൻ എടുക്കാനും ഇനി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ചില കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് പ്രീമറൈറ്റൽ കൗൺസിലിംഗ് സഹായിക്കും. ഈ മാനസിക പ്രശ്നമുള്ള ഒരാൾ കൗൺസിലിംഗ് വഴി അയാളെ നമ്മൾ നേരെയാക്കാൻ നോക്കുകയാണ്. ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറപ്പി, സൈക്കോളജിക്കൽ തെറപ്പി എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഒരു റാപ്പോ ബിൽഡിംഗ് സെഷനാണ്. അപ്പം ആ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് വരുന്നു. അപ്പോൾ വൺസ് ആ റാപ്പോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രൊഫഷണൽ പറയുന്നത് ലൈക്ക് എടുക്കാനും അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനും ആ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഒരു ഒരു തെറപ്പി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റാപ്പോ ബിൽഡിംഗ് സെഷൻ മാത്രമല്ല, നമ്മൾ പതിയെ ആ ഒരു അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ആ ആളുടെ ചിന്തകൾ എങ്ങനെയാണ്, ആളുടെ വികാരങ്ങൾ എങ്ങനെയാണ്, ആളുടെ പാസ്റ്റ് എങ്ങനെയാണ്, ആളുടെ കറണ്ട് ഡിസിഷൻസിനെയും തിങ്കിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അവെയർനെസ് കൊണ്ടുവരുന്നതിലൂടെ അവർ പതിയെ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്ത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പതിയെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ചേഞ്ചസ് ആ വ്യക്തിയിൽ കൊണ്ടുവരുന്നു. എന്നാലും ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ചില പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾ, സേ ഫോർ എക്സാമ്പിൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ, അവർക്കൊരു ഇൻസൈറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പം അതൊക്കെ കുറച്ചൊന്ന് പുഷ് ചെയ്തെടുക്കുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും വൺസ് ഇഫ് ദേ ആർ റെഡി, അല്ലെങ്കിൽ അവർ അവെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ബ്രീത്തിങ് എക്സസൈസ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ലോ ബ്രീത്തിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാർട്ട് ബീറ്റ്, റേസ്ഡ് ഹാർട്ട് ബീറ്റ് സ്ലോ ഡൗൺ ചെയ്യുകയും അതുപോലെ നമ്മുടെ ബ്രെയിനിന് ഞാനിപ്പോൾ സേഫ് ആണ് എന്നുള്ളൊരു മെസ്സേജ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ശരീരം സ്വാഭാവികമായിട്ടും റിലാക്സ്ഡ് ആവുന്നു. അപ്പം ഒരു ടെൻസ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ശരീരത്തിലാണല്ലോ അത് റിഫ്ലക്റ്റഡ് ആവുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രീത്ത് അല്ലെങ്കിൽ ശരീരം സെറ്റിൽ ഡൗൺ ആവുന്നതിലൂടെ മനസ്സും റിലാക്സ്ഡ് ആവുന്ന ആ ഒരു ഫിനോമിനയാണ് അവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ടെൻഷൻ, ആൻസൈറ്റി, പാനിക് അറ്റാക്സും എല്ലാം ഉള്ള ഒരാൾക്ക്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. പല സിറ്റുവേഷനിലൂടെ കടന്നു വരുന്ന ആളുകൾ, എക്സാമ്പിൾ ജോലികൾ, ഈ ഫോറൻസിക്, പോലീസ്, ഈ ക്രൈം ഒക്കെ അന്വേഷിക്കുന്നവർ, അപ്പം ഇവർ ഇതുപോലുള്ള കേസസുകൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മാമിനെ സമീപിക്കാറുണ്ടോ? അങ്ങനത്തെ ഉള്ള കേസസ് ഒക്കെ വരാറുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ വരാറുണ്ട്. ഈ പോലീസ് അല്ലെങ്കിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ, മാധ്യമപ്രവർത്തകർ, അപ്പോൾ ഇവർ സ്ഥിരമായിട്ടും ഇങ്ങനെ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ പോകുന്നവരാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇതിനെ സെക്കൻഡറി ട്രോമ എന്നാണ് പറയുന്നത്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടും ആ വർക്കിൽ തുടരുമ്പോൾ ബേൺ ഔട്ട് മുതലായിട്ടുള്ള സ്ട്രെസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ അങ്ങനെയെല്ലാം കണ്ടുവരാറുണ്ട്. അവരും ഹെൽപ്പ് തേടാറുണ്ട്.
മാം വേറൊരു ചോദ്യം. ഉം. ഒരു ഡേയിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഫ്രണ്ട്സിനൊപ്പം അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പം. എത്ര ഹാപ്പി ആയിട്ടിരുന്നാലും ഒരു സഡൻ മൊമെന്റിൽ നമ്മുടെ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരും. ഇതേ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണും ഹാൻഡും മാത്രമായിരിക്കും ഒരു പൊസിഷനിൽ, പക്ഷെ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് വേറെ അടുത്തേക്ക് പോവാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഒരു സഡൻ ചേഞ്ച് വരുന്നത്? ഇപ്പോൾ ഡ്രൈവിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ അത് ശീലമായി കഴിയുമ്പോഴത്തേനും അതൊരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. അതായത് നമുക്ക് അവിടെ ഒരു എഫേർട്ട് വേണ്ട, സ്വാഭാവികമായിട്ടും ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്വാഭാവികമായിട്ടും വാണ്ടർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പഴയൊരു ഓർമ്മകളിലേക്ക്. അല്ലെങ്കിൽ അതിപ്പം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും റാൻഡമായിട്ട് ബ്രെയിൻ അങ്ങനെ പോകാനുള്ളൊരു പ്രവണത നമ്മുടെ ബ്രെയിനിനുണ്ട്. ട്രോമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മണം അല്ലെങ്കിൽ ഒരു സൗണ്ട്, ഒരു മ്യൂസിക്, ഇതെല്ലാം മതി നമുക്ക് ട്രോമയായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കാനായിട്ട്. അപ്പം ഒരു ചെറിയൊരു ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായൊരു കുട്ടി ചിലപ്പം ആ ഒരു സ്മെൽ ഓഫ് ദാറ്റ് പേഴ്സൺ അത് മതിയായിരിക്കും ആ കുട്ടിക്ക് വീണ്ടും അത് റീട്രിഗർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ട്രിഗർ എന്നാണ് പറയുക. ഒരു ട്രോമ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് അവരുടെ ഒരു ഗന്ധം അല്ലെങ്കിൽ ഒരു സൗണ്ട്, ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്, ഇതെല്ലാം അവർ കണക്ട് ചെയ്ത് അവരുടെ ബ്രെയിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഈ ട്രോമാറ്റിക് മെമ്മറീസ് റീസർഫേസ് ചെയ്യുന്നൊരു ഫിനോമിന നടക്കുന്നുണ്ട് ബ്രെയിനിൽ. ഇന്നത്തെ കാലത്ത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കല്യാണം കഴിച്ച ഒരു ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രശ്നങ്ങളാണെന്നാണ് അവരവരുടെ മൈൻഡിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, സെൽഫ് ലവ് ആണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു ജനറേഷനാണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം അതിലേക്ക് പോവാൻ കാരണം? ഇന്ന് കാലഘട്ടം മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറച്ചും കൂടി അവെയറാണ് ഇതിനെപ്പറ്റി. മുന്നേ ആണെങ്കിൽ തലേദിവസം കണ്ടു അല്ലെങ്കിൽ അന്ന് കണ്ടു അപ്പോൾ കല്യാണം കഴിക്കുന്നു, അപ്പം ഈ വ്യക്തി എന്തെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ വൈകൃതങ്ങൾ എന്തെന്നോ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും ആളുകൾ ഓക്കെ എത്രത്തോളം ഞങ്ങൾ കോമ്പാറ്റബിൾ ആണ്, ഇനിയിപ്പം ഡിവോഴ്സിനെ ആണെങ്കിലും അത്ര ബയസ്ഡ് ആയിട്ടല്ല കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു റിസ്ക് എടുക്കാതെ ഇപ്പം ലിവിങ് ടുഗെദർ എല്ലാം അത്രയും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഇപ്പോൾ ഒരു റീതിങ്ക് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ജെൻസി ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇനി കല്യാണം കഴിച്ചിട്ട് എന്തിന്, ഇതൊരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പലരും മടിക്കുന്നു, അല്ലെങ്കിൽ റിസ്കുകൾ എടുക്കാൻ അവർ മടിക്കുന്നു എന്നുള്ളതാണ്. ഒരു സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഇതുപോലെ ഒരു മനസ്സിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ട്രോമ ആവാറുണ്ടാവും. അപ്പം നിങ്ങൾ എന്താണ് ഇതിന് ചെയ്യുന്ന ഒരു കാര്യം? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വ്യക്തി നമ്മളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളൊരു വ്യക്തിയോ ആയിരിക്കാം നമ്മളുടെ മുന്നിൽ ഒരു ഹെൽപ്പ് തേടി വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളവരെ ജഡ്ജ്മെൻ്റലായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമുക്കൊരു സിമ്പതി അല്ലെങ്കിൽ സിമ്പതിയേക്കാളേറെ എംപതിയാണ് വേണ്ടത്. അപ്പം അവരുടെ ഒരു പ്രശ്നങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ബേസായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ബട്ട് സ്റ്റിൽ എന്നും ഈ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേട്ട് നമ്മൾക്കും മറ്റ് ഏതൊരു വ്യക്തിയെ പോലെയും നമുക്ക് ബേൺ ഔട്ട് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ഹെൽപ്പ് തേടിയത് കൊണ്ട് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മളുടേതായ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ചെയ്യാറുമുണ്ട് തീർച്ചയായിട്ടും. മാമിനെ കൺസൾട്ട് ചെയ്തതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കേസ് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് നമുക്ക് ശരിക്കും എന്താ പറയുക, ഒരു സിനിമാ കഥകളെ വെല്ലുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതിൽ ഞാനൊന്ന് ഓർത്ത് പറയുകയാണെങ്കിൽ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ആദ്യ വർഷങ്ങളിലൊക്കെ ഒരു കപ്പിള് വരെ ഉണ്ടായി. അപ്പം വൈഫ് ആദ്യം രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഹസ്ബൻഡ് പറയുന്നു ഈ വൈഫിന് സ്വന്തം ബ്രദറായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ വൈഫും സമ്മതിക്കുന്നു ഞാനങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഇരുത്തി സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഒരു പാരനോയിഡ് പേഴ്സൺ ആയിരുന്നു. അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സ്ത്രീയെ ഒരു തടങ്കലിലിട്ട് ജോലിക്ക് പോകാൻ അനുവദിക്കാറില്ല, ഹസ്ബൻഡും പോവാറില്ല. അങ്ങനെ വീട്ടിലുള്ളതൊക്കെ ഒരു കുറി എന്തോ ചേർന്ന് അങ്ങനെയാണ് അവർ ഈ ദൈനംദിനമായിട്ടുള്ള ചിലവുകളൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു
ഭയങ്കരമായിട്ടും ആൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനും പറ്റില്ല. കാരണം ഈ വ്യക്തിയുടെ ഫാമിലിയിൽ തന്നെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഫാമിലി ഹിസ്റ്ററി ആയിട്ട് ഈ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അവിടെ കുത്തിക്കൊന്നതോ മറ്റുമാണ്. അപ്പം ആളും ഒരു മരണഭയത്തോടു കൂടിയാണ് കൂടെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യകാലങ്ങളിൽ എന്നെ ടച്ച് ചെയ്ത ഇതുപോലെ ഒരുപാടുണ്ട്. ഡിസോർഡർ വൈസ് പറയുകയാണെങ്കിൽ ഈ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ചിത്തഭ്രമം എന്ന് പറയും. അത് നമ്മൾ എന്താ പറയുക, ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ കുറച്ച് ഇച്ചിരി കൂടിയ ഇനം വിഭ്രാന്തിയാണ്. അപ്പോൾ ഈ ഒരു സ്കിസോഫ്രീനിയ ഉള്ളൊരു വ്യക്തി ഒരിക്കലും റിയാലിറ്റിയിലല്ലല്ലോ ചിന്തിക്കുന്നത്. അപ്പം അവർക്ക് ഒരുപാട് തരത്തിലുള്ള ഹാലൂസിനേഷൻ. ഇപ്പം ഒരുപാട് നാളായിട്ട് ഈ അസുഖം വന്ന് ട്രീറ്റ് ചെയ്യാത്ത വ്യക്തികളുണ്ടാവും. അവർ അതിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഈ പത്രങ്ങളിലെല്ലാം വരുന്നത് ഇത് എന്നെ കുറിച്ചിട്ടാണ്. എല്ലാം അവർ ഡേ ടു ഡേ ലൈഫിലെല്ലാം അവർ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഡെല്യൂഷണൽ ആയിട്ടാണ്. അപ്പൊ അത് വരുമ്പോഴത്തേനും അതൊരു അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഈവിൾ സ്പിരിറ്റ് പോലുള്ള കാര്യങ്ങളായിട്ട് ആരെങ്കിലും കൺസൾട്ട് ചെയ്യാറുണ്ടോ? എൻ്റെ കൂടെ ഒരാളുണ്ടെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നൊരു സിംറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം എത്ര എവിഡൻസ് കിട്ടിയാലും അവർ വിശ്വസിക്കുന്നത് അതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഫോൾസ് ഫിക്സ്ഡ് ബിലീഫ് എന്നാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡെല്യൂഷൻ ഉണ്ട്. ഈ പെർസിക്യൂട്ടറി ഡെല്യൂഷൻ, അതായത് എന്നെ ആരോ ഫോളോ ചെയ്യാൻ വരുന്നു, എന്നെ അപായപ്പെടുത്തുന്നു എന്നുള്ള ചിന്ത. ഡെല്യൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി, എനിക്ക് എൻ്റെ പാർട്ട്ണർക്ക് എന്തോ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുക സ്ട്രോങ് ആയിട്ട്. അതുപോലെ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യൂസിറ്റി, എനിക്ക് ഈ ലോകം എൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ എക്സ്ട്രാ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഡെല്യൂഷൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് റിലീജിയസ് ഡെല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആ റിലീജിയസ് ഡെല്യൂഷനുള്ള ഒരു വ്യക്തിയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈവിൽ സ്പിരിറ്റ് എന്നെ പിടികൂടുന്നു, എന്നെ ഫോളോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഡെല്യൂഷണൽ ലെവലിൽ പലപ്പോഴും ഡെല്യൂഷൻ സൈക്കോസിസിൻ്റെ ഭാഗമായിട്ട് സ്കിസോഫ്രീനിയ, ഡെല്യൂഷണൽ ഡിസോർഡേഴ്സിലെല്ലാം ഈ ഡെല്യൂഷൻ കണ്ടുവരാറുണ്ട്. ഈ സൈക്കാട്രിസ്റ്റ്, അപ്പം ഈ സൈക്കോളജിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത് പറ്റാത്തവരെയാണോ നമ്മൾ ഈ സൈക്കാട്രിക് അല്ലെങ്കിൽ മരുന്നുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിടുന്നത്? സൈക്കാട്രിസ്റ്റിനെ കാണുന്ന പലരും സൈക്കോളജിക്കൽ ഹെൽപ്പിന് വേണ്ടി വരാറുണ്ട്. കൂടുതലായിട്ടും സൈക്കോളജിസ്റ്റിനെ മാത്രം കണ്ടുവരുന്ന ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഇപ്പം ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം സൈക്കോസിസ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ലെവലിലുള്ള ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ഇഫക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സൈക്കോളജിക്കൽ ഹെൽപ്പ് മാത്രം ചിലർ വില്ലിങ് അല്ലാത്തവരുണ്ടായിരിക്കും. എല്ലാ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസിനും സൈക്കാട്രിക് ഹെൽപ്പ് വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില സൈക്കാട്രിക് കൺസൾട്ടേഷൻസ് സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ കൊണ്ടും വലിയ ഇഫക്റ്റീവ് ആകാത്തതും ഉണ്ട്. അങ്ങനത്തെ കേസുകളും ഉണ്ട്. എന്തൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളാണ് നമുക്ക് സൈക്കോളജി കൊണ്ട് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റാത്തത്? ഇപ്പം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഈ സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടല്ലോ, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, സ്കിസോഫ്രീനിയ, ഡെല്യൂഷണൽ ഡിസോർഡർ, ഇതിനെല്ലാം തെറപ്പി ഉണ്ട്. CBT, NCT എന്നൊക്കെ പറയുന്ന ഒരുപാട് തെറാപ്പികളുണ്ട്. പക്ഷേ ചില ഒരു ക്രിട്ടിക്കൽ, എന്താ പറയുക, ക്രോണിക് ആയിട്ടുള്ള ഇത്തരം കണ്ടീഷൻസിൽ പലപ്പോഴും തെറപ്പി അത്രയും അങ്ങോട്ട് ക്യൂറബിൾ അല്ല. തെറപ്പി കൊണ്ട് ഇതൊന്നും ക്യൂറബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സൈക്കോളജിസ്റ്റിനെ അടുത്ത് നമ്മളൊരാൾ പ്രശ്നമായിട്ട് വരികയാണ്. അപ്പം എല്ലാ രോഗങ്ങളും നമുക്ക് സൈക്കോളജി പറഞ്ഞില്ലെങ്കിൽ കൗൺസിലിംഗ് പറഞ്ഞ് ശരിയാവില്ല. അപ്പം എന്തൊക്കെ രോഗങ്ങളാണ് എന്നുവെച്ചാൽ എന്തൊക്കെ രോഗങ്ങളല്ല, എന്തൊക്കെ മാനസികാവസ്ഥകളാണ് എന്നാലാണ് നമുക്ക് സൈക്കോളജി കൊണ്ട് ശരിയാവാത്തത്? അത് ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ളൊരു വ്യക്തി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കിസോഫ്രീനിയ, ഡെല്യൂഷണൽ ഡിസോർഡർ, ഇതിനെല്ലാം തെറപ്പി, സൈക്കോളജിക്കൽ ഹെൽപ്പ് ഉണ്ട്, CBT, NCT എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് കൊണ്ട് മാത്രം ശരിയാവണം എന്നില്ല. അപ്പോൾ അതുപോലെ ഒരു ക്രോണിക് ലെവലിൽ ഒരു ഡിപ്രഷനോ ആൻസൈറ്റിയോ ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒരു കൊലാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻറ്റ്. ഈ മാനസിക പ്രശ്നത്തിന് ഒരു പ്രായമുണ്ടോ? അതോ എത്ര വയസ്സ് മുതലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിയാൻ തുടങ്ങുന്നത്?
മാനസിക പ്രശ്നം ചെറുപ്പം തൊട്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ADHD, ഓട്ടിസം, അല്ലെങ്കിൽ IQ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കുഞ്ഞ് പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അപ്പം തൊട്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ഇതല്ലാതെ ഇപ്പം ചൈൽഡ്ഹുഡ് സൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതും ഒരു ചെറുപ്പ കാലഘട്ടം തൊട്ട് തന്നെ കണ്ടു വന്നേക്കാവുന്ന ഒരു അസുഖമാണ്. എന്നാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയും. അത് ഒരു വ്യക്തി ഒരു 18 വയസ്സ് ഒരു ഏർലി അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോഴാണ് പേഴ്സണാലിറ്റി ഇഷ്യൂസ് മെയിനായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ അത് പ്രായമായവരിൽ മാത്രം. പക്ഷെ ഒരു സൈക്കോസിസോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ അതിനൊന്നും ഒരു പ്രായമില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കുട്ടികളുടേത് മാത്രമായിട്ടുള്ള ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് തന്നെ വേറെ ഉണ്ട്. അതെന്തൊക്കെയാണ്? അത് ADHD, ഓട്ടിസം, ഡെവലപ്മെന്റൽ ഡിലേസ്, അതുപോലെ മെന്റൽ റിട്ടാർഡേഷൻ, പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസ്, കോണ്ടാക്ട് ഡിസോർഡർ, ODD എന്നൊക്കെ പറയുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. മാം, ഈ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന ഒരു കുട്ടി, റേപ്പ് ആയിക്കോട്ടെ, അപ്പം പിന്നീട് അവളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവളുടെ ലൈഫിൽ ഇപ്പം വേറൊരു ആൺകുട്ടി വന്നെന്നിരിക്കട്ടെ, കല്യാണം, റിലേഷൻഷിപ്പ് വന്നാലും അവനും എന്നെ ഇതുപോലെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഉണ്ടാവും. കാരണം ചെറിയ കുട്ടികളുണ്ട് ഇതുപോലെ, 18 വയസ്സിന് മുകളിലുള്ളവരല്ല, ഇതിനേക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളിലും ഇന്ന് ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുട്ടികളിൽ ഉണ്ടാവുന്നത്? ഒരു സെക്ഷൽ അബ്യൂസ് അനുഭവപ്പെടുന്ന വിക്ടിമായിട്ടുള്ളൊരു കുട്ടിക്ക് ഒരുപാട് അവരുടെ ബ്രെയിനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു അഡൽട്ട്ഹുഡിലേക്ക് പോയാലും ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതും അവരുടെ ചിന്തകളെയും ഫീലിങ്സിനെയും അവരുടെ ലൈഫ് ഡിസിഷൻസിനെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യങ് ഏജിൽ സെക്ഷൽ അബ്യൂസ് എല്ലാം അനുഭവപ്പെടുമ്പോൾ ആദ്യമേ തോന്നുന്നത് എൻ്റെ ബോഡി എന്തോ ശരിയല്ല എന്നുള്ളൊരു തോന്നലിലാണ് അവർ പിന്നെ ആ ലൈഫ് ലോങ് അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. പലപ്പോഴും അത് വീട്ടിൽ കൺഫ്രണ്ട് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവമെങ്കിൽ അത് കൺഫ്രണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇത് കൺഫ്രണ്ട് ചെയ്താലും റെസ്പോൺസ് കിട്ടുന്നത് ബ്ലെയിമിംഗ് ഒക്കെ ആവാം. അപ്പോൾ അതിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ എന്തോ തെറ്റുകാരിയാണ്, എനിക്കെന്തോ ലൈഫ്, ഐ എം നോട്ട് വർത്ത് ഇനഫ് എന്നുള്ളൊരു തോട്ടിലാണ് പിന്നെ അവരുടെ ലൈഫ് മൊത്തം പോകുന്നത്. അപ്പോൾ ഇതൊരു ഫിൽറ്റർ പോലെയാണ്, അതൊരു അച്ച് പോലെയാണ്. പിന്നെ ലൈഫിൽ ഇത് റിലേറ്റഡ് നടക്കുന്ന നെഗറ്റീവ്സ് എല്ലാം ഇവരിതെടുക്കും. നടക്കുന്ന പോസിറ്റീവ്സ് ഒന്നും അവരുടെ മെമ്മറിയിൽ പോലും നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട് റീഇൻഫോഴ്സ്ഡ് ആയിക്കൊണ്ടേയിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കുറേ ഇങ്ങനത്തെ ഒരു ബിലീഫ്സ് ഉണ്ടായിരിക്കും. അവർ ജനറലൈസ് ചെയ്യും, എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, എനിക്കാരെയും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് വർത്ത് ഇനഫ് എന്നൊക്കെയുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഏറെ ആയിരിക്കും. അവർ ഒരു കോള് ബിസി ആവുമ്പോഴോ അല്ലെങ്കിൽ ഇവരെന്നെ ചീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇവരും ഇങ്ങനെയാണ് എന്നുള്ളൊരു ലേബലിലേക്ക് പോകും. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് സെക്ഷുവൽ ലൈഫും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അവർക്ക് ആ ഒരു സെക്ഷുവൽ ഇൻറ്റിമസിയിലേക്ക് പോകാൻ ഒത്തിരി സമയമെടുക്കും. ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് അത്രയും സപ്പോർട്ടീവ് ആവുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആണ് അത്രയും സേഫ് റിലേഷൻഷിപ്പും അവെയർനെസ്സും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് തെറാപ്പികളുണ്ട്. CBT, EMDR, ട്രോമ ബേസ്ഡ് തെറാപ്പി, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം അതിലൂടെയൊക്കെ ഹെൽപ്പ് എടുത്താണ് അവർ അത് പതിയെ ബ്രേക്ക് ചെയ്ത് വരാൻ പറ്റുള്ളൂ. മാം, ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല, ഒരു ടോക്സിക് ഫാമിലിയാണ്. എന്നാൽ അതിലൊരു കുട്ടി ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും വീണ്ടും പോകുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെ തേടി പിടിച്ച് അതിൽ തന്നെ എത്ര റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ തന്നെ ചെന്ന് വിടും. അത് എന്തുകൊണ്ടാണ്? ഒരു അൺസേഫ് എൻവയോൺമെൻറ്റിൽ വളർന്നു വരുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ട്രോമകൾ ഉണ്ടാവും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വസ്തുത എന്ന് പറയുന്നത്, പലരും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതെൻ്റെ ട്രോമ റെസ്പോൺസ് ആണ് എന്നുള്ളത്. ഇതെല്ലാം എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇത് നോർമൽ ആണെന്ന് വിചാരിക്കുന്ന പലതും ട്രോമ റെസ്പോൺസസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു അൺസേഫ് എൻവയോൺമെൻറ്റിൽ വളർന്നു വരുന്ന ഒരു കുട്ടി, അവർക്ക് ഇതൊരു ഫെമിലിയർ ആയിരിക്കും ഈ ടോക്സിസിറ്റി. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഒരു അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ അത്തരം ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് അവർ അട്രാക്റ്റഡ് ആകും. ആ ഒരു ഇൻ്റർമിറ്റൻറ്റ് അഫെക്ഷനിലേക്ക് അവർ അട്രാക്റ്റഡ് ആകും. മറ്റത് അപ്പം അവർ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്യുന്നത് ഫെമിലിയാരിറ്റിയും
സേഫ്റ്റിയും കണക്ട് ചെയ്യുന്നു. പക്ഷെ അത് ശരിയല്ല. പക്ഷെ അങ്ങനെയാണ് അവർ കണക്ട് ചെയ്തു പോകുന്നത്. മാം, ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത്? ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുണ്ടാവുമല്ലോ, അതായത് ഞാൻ എന്തോ വലിയ ആളാണ്, ഒരു ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പം അവർക്കൊരിക്കലും എൻ്റെ തെറ്റുകളെ അക്നോളജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ നീഡ്സിനാണ് അവർക്ക് പ്രയോറിറ്റി മറ്റൊരാളുടെ നീഡ്സിനെക്കാട്ടിലും. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ റീൽസിലും ഒക്കെ കാണുന്നതാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി. അപ്പം ഇത് മദർ ഇൻ ലോസിലും അല്ലെങ്കിൽ ഹസ്ബൻഡ്സിൽ, പാർട്ട്നേഴ്സിൽ, വൈഫിൽ, റിലേഷൻഷിപ്പിൽ എല്ലാം ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത. അപ്പം ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീൻ്റെ വിക്റ്റിം ആവുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ടും സെൽഫ് ഡൗട്ട് ഉണ്ടാവുക, ഭയങ്കര ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടാവുക, ഇത് എൻ്റെ തെറ്റാണോ എന്നുള്ളൊരു തോന്നൽ വരിക. പ്രത്യേകിച്ച് ഒരു മദർ ഇൻ ലോ ആണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് അവരുടെ മക്കളെ കാണുന്നത്. അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവരൊരു നീഡ്സ് പറയുമ്പോഴൊക്കെ അതെന്തോ സെൽഫിഷ് എന്നുള്ള രീതിയിലാണ് ഇവർ കണ്ടുവരുന്നത്. അപ്പം ഇതിൽ മൂന്നാമതൊരു വ്യക്തി, ഒരു മരുമോൾ, ഒരു ഡോട്ടർ ഇൻ ലോ വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ടും ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ട്രയാങ്കുലേഷൻ എന്ന് പറയും, മദർ ഇൻ ലോ, സൺ ആൻഡ് ഈ ഒരു ഇവര്. അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കുലേഷൻ അവിടെ നടക്കുന്നൊരു പ്രക്രിയ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് വിക്ടിംസ് ആണ് പലപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീൻ്റെ ഭയങ്കര ട്രോമ അനുഭവപ്പെടുന്നത് ആ വിക്ടിംസിനായിരിക്കും. മാം, ഇപ്പം ഈ അഡൾട്ടിൽ ADHD കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്, കേസസ് വരുന്നുണ്ട്. എല്ലാവരും അത് എനിക്കിതുണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നവരുണ്ട്. എന്താണ് ഇപ്പം അതിന് ഒരു മുൻപ്രാധാന്യം വരാൻ കാരണം? ഈ അഡൽട്ട് ADHD എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുവരാറില്ല. ഇപ്പം ഒരു ചൈൽഡ്ഹുഡ് ADHD നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഭയങ്കരമായിട്ട് തുരുതുരുപ്പുള്ളൊരു കുട്ടി, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. പക്ഷേ ഈ ADHD തന്നെ ഇൻഅറ്റൻറ്റീവ് ടൈപ്പും ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പും കമ്പൈൻ ടൈപ്പും ഉണ്ട്. അപ്പം ഈ ഇൻഅറ്റൻറ്റീവ് ടൈപ്പിനെ നമ്മൾ ചെറുപ്പത്തിലൊന്നും അത്ര ശ്രദ്ധയിൽ പെടണം എന്നില്ല. അവർ പലപ്പോഴും ഒരു സെൽഫ് ഡിറക്ഷൻ, അല്ലെങ്കിൽ ഒരു ഞാൻ സ്വന്തമായിട്ട്, സ്കൂളിലെന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഇത് ഒരു പ്രശ്നമായിട്ട് പൊന്തി വരാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഒരു പ്രൊക്കാസ്റ്റിനേഷൻ, പിന്നെ ആവട്ടെ എന്ന് വെച്ച് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വരും, ഇപ്പം ഞാൻ എന്തിനാ വന്നതെന്ന് മറന്നു പോകും. അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പം ഒരു കാര്യം ഞാൻ ഇരിക്കുകയാണെങ്കിലും എനിക്കതിൽ ഫോക്കസ് കിട്ടുന്നില്ല, സൈഡ് ട്രാക്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരുപാട് ഇമ്പൾസിവിറ്റി, ഇതെല്ലാം ഒരു ADHD സിംറ്റംസ് ആണ്. ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അപ്പം ഇതെല്ലാം നമുക്കൊരു അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോഴാണ് ഓക്കെ, എൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് ജോബിൽ പ്രശ്നം ഉണ്ടാവുന്നു, റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുന്നു, മറവി കാരണം, പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരുന്നത്. ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതുകൊണ്ടും ഒരുപാട് പേര് ആ ഒരു ബയസ് ഇല്ലാതെ ഹെൽപ്പ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ പ്രൊക്കാസ്റ്റിനേഷനും കാര്യങ്ങളും ADHD ആകണം എന്ന് നിർബന്ധമില്ല. പല കണ്ടീഷൻസും ഓവർലാപ്പ് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മാം, ഇപ്പം ഈ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇഷ്യൂ ആയിരുന്നു ആ നെടുമങ്ങാട്ടെ കുട്ടി മരിച്ച സംഭവം. എന്താണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ കുട്ടി അനുഭവിക്കേണ്ടി വന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തികൾ തമ്മിൽ കോമ്പാറ്റബിൾ ആണോ, അവരുടെ ഷെയർഡ് വാല്യൂസ്, ഇപ്പം ഒരു ഭാവിയിൽ കുഞ്ഞുങ്ങൾ വേണോ തുടങ്ങി അവർ മെൻ്റലി റെഡി ആണോ എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലരും ഒരു ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു കുഞ്ഞിനാണെങ്കിലും അതുപോലെ ഇപ്പം ആ പേരൻസിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു പേരൻറ്റിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഒരുപാട് ട്രോമയിലൂടെ പോയിട്ടുണ്ടാവാം. ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ ഇല്ല, പക്ഷെ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും അതിന് ലൈഫ് ലോങ് അനുഭവിക്കേണ്ട ട്രോമയായിട്ട് തന്നെ മാറിയേനെ. അപ്പം ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇന്നും പുറം ലോകം കാണാതെ അനുഭവിച്ചു വരുന്നുണ്ടാവാം.
പക്ഷെ അപ്പം അതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയിൽ ഇപ്പം ഇന്ന് കണ്ടുവരുന്നുണ്ടല്ലോ, ഡിവോഴ്സ് പാടില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോകാതെ ചില കാര്യങ്ങൾ എന്താണോ ശരി അതിനനുസരിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ, ഇത്തരം ക്രൈംസ് എല്ലാം അവോയ്ഡബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു.